രാവിലെ തന്നെ ദേ നമ്മൾ വീടിനെ മൊത്തത്തിൽ കുളിപ്പിക്കുക കേട്ടോ. നമ്മുടെ ഇവിടെ മതിലിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇന്റർലോക്ക് മൊത്തത്തിൽ അഴുക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴുകാൻ വേണ്ടിയിട്ട് അച്ഛൻ വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്ന മെഷീനാട്ടോ ഇത്. എന്തായാലും ഒരു ദിവസത്തെ വാടക കൊടുക്കണം, എന്നാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഉപയോഗിച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അച്ഛൻ ദേ ഓടി നടന്ന് വീട് മൊത്തത്തിൽ അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു നൈസായിട്ട് പോയി മഴ നനയുന്ന പോലെ പോയി വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ പൊതുവേ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാറും ഇല്ല. അവൻ ദേ വാ ഉണ്ടൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവസാനം അവൻ്റെ വെള്ളത്തിൽ കളി സഹിക്കാൻ വയ്യാതെ അപ്പം ഞാൻ അവനൊന്ന് പെരക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂട്ടിയിട്ടാലും കുഴപ്പമില്ല, പുറത്ത് എന്തോ നടക്കുന്നത് അവന് കണ്ടാൽ മതി എന്ന് പറഞ്ഞത് ജനലിൽ കൂടെ വന്ന് തലയിട്ടുകൊണ്ടിരിപ്പുണ്ട്. വേർത്തനാണെങ്കിൽ അകത്ത് കിടന്ന് കൊലവിളി നടത്തുന്നുണ്ട് കേട്ടോ. രണ്ടും കണക്കാണ്. അങ്ങനെ ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കയറി എന്തോ നടക്കുന്നതെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുകൂടെ ജനലിൽ കൂടെ വന്ന് എത്തി നോക്കുന്നുണ്ട്. ഇവിടെ എന്തോ സിനിമ നടക്കുന്നത് പോലെ. അകത്തെ ക്ലീനിങ് ഒരു വശത്ത് നടന്നുകൊണ്ടിരുന്നപ്പോഴാട്ടോ ബാത്റൂമിൽ നിന്നൊരു വിളി വന്നത്. പോയി നോക്കിയപ്പോൾ വെള്ളത്തിൽ കയറി ഇരിപ്പുണ്ട്. പുറത്തെ വെള്ളത്തിൽ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ അകത്ത് കയറി ഇരുന്ന കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ TV സ്റ്റാൻഡ് അവിടെ ഇരുന്നതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ചലന്തി വിലയും കയറി ആകെ പൊടി പിടിച്ചിരിക്കുമായിരുന്നു. നമ്മുടെ വീട്ടിൽ സേവനവാരം നടത്തുന്ന ഏതെങ്കിലും ഒരു സൺഡേ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ സ്പീഡിലിട്ട് കാണുമ്പോൾ എന്താ സുഖം, പക്ഷെ ചെയ്യുമ്പോൾ അത്ര സുഖകരമല്ല കേട്ടോ. ക്ലീനിങ് ഇതോടുകൂടി അവസാനിക്കുന്നില്ല. പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.